ഭാരതീയതയിൽ ഊന്നിയ വിദ്യാഭ്യാസ ബദൽ മാതൃക മുന്നോട്ട് വച്ച ജ്ഞാനസഭാ വിദ്യാഭ്യാസ സമ്മേളനം കേരളീയ സമൂഹത്തിലും പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നു. അനാവശ്യ വിവാദങ്ങളിൽ പെടുത്താനുള്ള സംഘടിത നീക്കങ്ങളെയും മറികടന്നാണ് 4 ദിവസങ്ങളിലായി കൊച്ചിയിൽ നടന്നുവന്ന ജ്ഞാനസഭ ഇന്നലെ സമാപിച്ചത്. അതേസമയം ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് മടങ്ങും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, എന്തു സന്ദേശമാണ് ജ്ഞാനസഭ സമൂഹത്തിന് നൽകിയത്? കൃഷ്ണരാജ്, ഭാരതീയതയിലൂന്നിയ വിദ്യാഭ്യാസ ബദൽ മാതൃക കേരളത്തിലും ഏറെ സ്വീകാര്യമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ 4 ദിവസങ്ങളിലായി എറണാകുളത്തെ 2 ഇടങ്ങളിലായി ശിക്ഷാ സംസ്കൃതി ഉപന്യാസത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാഭ്യാസ സമ്മേളനം. ഒപ്പം തന്നെ ആദ്യ 2 ദിവസങ്ങളിൽ നടന്ന ചിന്തൻ ബൈഠക്കും തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിലും സംസ്ഥാനത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച അധ്യാപകരും മറ്റ് വിദ്യാഭ്യാസ രംഗത്തെ ആളുകളും ഒക്കെ തന്നെ പങ്കെടുത്തു. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ 4 ദിവസവും ജ്ഞാനസഭയിലും ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി നടന്ന ചർച്ചകളിലും ഒക്കെ ഭാഗമായി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഈ ജ്ഞാനസഭയെ സജീവമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിമാരുടെയും എല്ലാം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിലൊക്കെ നടന്ന വിദ്യാഭ്യാസ സമ്മേളനങ്ങളിൽ. കേരളത്തിലെ 4 സർവകലാശാലകളിൽ നിന്നുള്ള VC-മാരും പങ്കെടുത്തു. ഇന്നലെ നടന്ന സമാപന സമ്മേളനത്തിൽ അതിന് മുന്നോടിയായ ചർച്ചകളിലും അടക്കം VC-മാർ പങ്കെടുത്തിരുന്നു. VC-മാരെ ഈ ജ്ഞാനസഭയിൽ പങ്കെടുത്ത VC-മാരെ വിമർശിച്ചുകൊണ്ട് മന്ത്രിമാരും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇവർക്ക് എല്ലാവർക്കുമുള്ള മറുപടി അടക്കം നൽകിക്കൊണ്ടാണ് ജ്ഞാനസഭ സമാപിച്ചത്. കേരള VC മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് VC P രവീന്ദ്രൻ, കണ്ണൂർ VC VK സാജു, കുഫോസ് VC A ബിജുകുമാർ എന്നിവരെല്ലാവരും തന്നെ ജ്ഞാനസഭയുടെ ഭാഗമായ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. മോഹനൻ കുന്നുമ്മൽ ആദ്യാവസാനം ജ്ഞാനസഭയുടെ ഭാഗമായി മാറിയിരുന്നു. ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരെ വിമർശിച്ച മന്ത്രിമാർക്ക് മറുപടിയുമായി ശിക്ഷാ സംസ്കൃതി ഉപന്യാസ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ 4 ദിവസം എറണാകുളത്ത് ഉണ്ടായിരുന്ന സർസംഘചാലക് അല്പസമയത്തിനകം 10 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. ശരി, ഭാരതീയതയിൽ ഊന്നിയ വിദ്യാഭ്യാസ ബദൽ മാതൃക മുന്നോട്ട് വെച്ചാണ് ജ്ഞാനസഭ പരിസമാപ്തി കുറിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.